പാദപൂജയിൽ സ്കൂളുകൾക്ക് മുന്നറിയിപ്പ് നൽകി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. RSS സംരക്ഷണത്തിൽ പാദപൂജ നടത്തിയാൽ നിയമപരമായ നടപടിയുണ്ടാകുമെന്നാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ്. ആലപ്പുഴ വിവേകാനന്ദ വിദ്യാപീഠത്തിലേക്ക് KSU നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി. ബാനർ ഉയർത്തിയായിരുന്നു SFIയുടെ പ്രതിഷേധം. പാദപൂജയിൽ നിലപാട് ഒന്നുകൂടി കടുപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ എന്ന പരിമിതിയുണ്ടെങ്കിലും നിയമപരമായ സാധുതകൾ പരിശോധിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നറിയിപ്പ്. കാല് കഴുകി ഒരു ചടങ്ങ് നടത്തുന്ന രീതി കേരളത്തിലെ ഒരു സ്കൂളിൽ നടക്കില്ല. ഇപ്പോൾ നടന്ന സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ NOC കൊടുക്കുക മാത്രമാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിമിതിയുണ്ട്. എങ്കിൽ തന്നെയും വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഏത് പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തുന്നതിനുള്ള അധികാരം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. സ്കൂളുകൾക്ക് NOC നൽകുന്നത് സർക്കാരാണ് എന്നത് ഓർമ്മിപ്പിച്ചാണ് മന്ത്രിയുടെ പ്രതികരണം. BJP നേതാവിന്റെ കാൽ കഴുകിച്ച ആലപ്പുഴ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠത്തിലേക്ക് KSU നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. സ്വന്തം ജില്ലയായിട്ടും SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് വിഷയത്തിൽ പ്രതികരിച്ചില്ലെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കുറ്റപ്പെടുത്തി. തോരാതെ ഇവിടെ വലിയ വർഗീയതയ്ക്കെതിരെ വലിയ സംസാരിക്കുന്ന, RSS വൽക്കരണത്തിനെതിരെ സംസാരിക്കുന്ന SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഈ ജില്ലയിൽ, ഈ സ്കൂളിൽ ഇത്രയും വലിയൊരു BJP നേതാവിനെ, BJP ജില്ലാ സെക്രട്ടറിയുടെ കാല് സാധാരണപ്പെട്ട കുഞ്ഞു മക്കളെ കൊണ്ട് കഴുകിപ്പിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനോ ഒരു സമരം നടത്താനോ SFIക്കാർ ഇവിടെ കടന്നു വന്നിട്ടില്ല. പണിമുടക്കി നേടിയതാണ്, പാദപൂജ ചെയ്ത് നേടിയതല്ല വിദ്യാഭ്യാസം എന്ന ബാനർ ഉയർത്തിയാണ് SFI പാദപൂജയെ ന്യായീകരിച്ച ഗവർണർക്ക് മറുപടി നൽകിയത്. രാഷ്ട്രീയമായി വിദ്യാർത്ഥി സംഘടനകളും ഭരണതലത്തിൽ സർക്കാരിന്റെ നിലപാടും പാദപൂജയിൽ ഇപ്പോൾ ഒരേ ദിശയിലാണ്. റിപ്പോർട്ടർ, കണ്ണൂർ.